ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ഈ വയലിൽ ഒരു നാൾ നമ്മൾ ഈ വയലിൽ കാലപെരുക്കുകിലോ ക്ഷണനേരമുള്ളിൽ കാലപെരുക്കുകിലോ ക്ഷണനേരമുള്ളിൽ അളവു കൂടാതുള്ള യവകുമാരങ്ങളിൽ ഉടമസ്ഥരായിടുമേ അളവു കൂടാതുള്ള യവകുമാരങ്ങളിൽ ഉടമസ്ഥരായിടുമേ ഭാഗ്യവശാൽ ബോവസിന്റെ ഭാഗ്യവശാൽ ബോവസിന്റെ. പുതപ്പിനുള്ളിൽ പുതപ്പിനുള്ളിൽ ലോകയിരുൾ മറഞ്ഞിടുവോളം വിശ്രമിച്ചാൽ ലോകയിരുൾ മറഞ്ഞിടുവോളം വിശ്രമിച്ചാൽ സമ്പന്നനം ബോവസിൻ ഭക്തിയായി തീരുന്ന ആനന്ദ പ്രത്യുഷസിൽ സമ്പന്നനം ബോവസിൻ ഭക്തിയായി തീരുന്ന ആനന്ദ പ്രത്യുഷസിൽ ഭാഗ്യവശാൽ ബോവസിന്റെ ഭാഗ്യവശാൽ ബോവസിന്റെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. ആ പാറ ക്രിസ്തുവായിരുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആ പാറ ക്രിസ്തുവായിരുന്നു. കർത്താവായ യേശുക്രിസ്തുവാകുന്ന പാറ, ദ സ്പിരിച്വൽ റോക്ക്, ദ സൂപ്പർ നാച്ചുറൽ റോക്ക്. ഇവിടെ പറഞ്ഞിരിക്കുന്ന അനുഗമിക്കുന്ന പാറ എന്നാണ്. നാം പലപ്പോഴും കാണുന്നത് അനങ്ങാപ്പാറകളാണ്.
പക്ഷേ ഉറപ്പുള്ളതും ദൃഢവുമായിരിക്കുന്ന അതേ സമയത്ത് അനുഗമിക്കുന്ന ഒരു പാറയുണ്ട്. അതാണ് കർത്താവായ യേശു ക്രിസ്തു. ആ പാറയായിരിക്കണം നമ്മുടെ അടിസ്ഥാനം. ഇളകാത്ത പാറ അത് മാത്രമേ ഉള്ളൂ. മാറിപ്പോകാത്ത പാറ അത് മാത്രമേ ഉള്ളൂ. ഉറപ്പുള്ളതായ പാറ ഈ ലോകത്തിൽ അത് മാത്രമേ ഉള്ളൂ. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ പാറമേൽ അടിസ്ഥാനമിട്ട വീടിൻ്റെയും മണൽമേൽ ഉയർത്തിയതായ വീടിൻ്റെയും കാര്യം പറയുന്നുണ്ട്. വൻമഴ ചൊരിഞ്ഞു, കാറ്റടിച്ചു, വെള്ളം പൊങ്ങി, രണ്ടിൻ്റെ മേലും അടിച്ചു, മണലിന്മേൽ പണിത് വീണു. അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. പാറമേൽ അടിസ്ഥാനമിട്ട കെട്ടിടം അവിടെ ഉറച്ചു നിന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ 40-ാം സങ്കീർത്തനത്തിൽ വ്യക്തമാക്കുന്നത്, ആഴമുള്ള കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടന്ന പാവപ്പെട്ട പാപിയെ അരുമനാഥന്റെ ബലമുള്ള കരം പിടിച്ച് ഉയർത്തി നിർത്തിയത് പാറമേലാണ്. ഏതെങ്കിലും ഒരു സഭയോ ഏതെങ്കിലും ഒരു പ്രസ്ഥാനമോ ഏതെങ്കിലും ഒരു ആത്മീയമായ സംഘടനയിലോ അല്ല, കർത്താവായ യേശുക്രിസ്തുവാകുന്ന പാറമേൽ ഉറപ്പിച്ചു നിർത്തി. സങ്കീർത്തനക്കാരൻ പറയും, 61-ാം സങ്കീർത്തനം 61-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യം, 18-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യവും, എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. ഭൂമിയുടെ അറ്റത്ത് നിന്ന് ഒരു ദൈവവൈതൽ ആത്മശരീരം മനസ്സുകളിൽ ക്ഷീണം വരുമ്പോൾ ദൈവത്തോട് കെഞ്ചി അപേക്ഷിച്ച് വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ. ദൈവത്തിന് സ്തോത്രം. ഞാൻ പിടിച്ചതായ പലതും ഇളകിപ്പോയി. ഇളകാത്ത അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തണമേ. 18-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യം, യഹോവ എൻ്റെ ശൈലവും യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും. ദൈവമക്കളെ, എന്തുകൊണ്ടാണ് ഈ പാറ ഇത്രമാത്രം പ്രാധാന്യം അറിയിക്കുന്നതാണ് എന്ന് ഊന്നി പറയുവാൻ കാരണം? 95-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തിൽ അതിന്റെ അടിസ്ഥാനം എന്താണെന്ന് പറയുന്നുണ്ട്. 95-ന്റെ 1, വരുവിൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. That rock, Jesus Christ, is rock of salvation. യെശയ്യാ പ്രവാചകൻ അനുഭവത്തോട് ചേർത്ത് പറയുന്നുണ്ട്, ആ പാറയാണ് എൻ്റെ മറവിടം, ആ പാറയാണ് എൻ്റെ മറവിടം. 26-ാം അധ്യായം യെശയ്യാ 26-20 ആ പാറയിൽ അഭയം പ്രാപിക്കുന്ന ഒരു ദൈവവൈതലിന്റെ ആശ്വാസത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. 26-20, എൻ്റെ ജനമേ, വന്ന് നിന്റെ അറകളിൽ കിടന്ന് വാതിലുകളെ അടയ്ക്ക, ക്രോധം കടന്നു പോകുവോളം അല്പനേരത്തേക്ക് ഒളിച്ചിരിക്കുക. യഹോവ ഭൂവാസികളെ അവരുടെ അകൃത്യ നിമിത്തം സന്ദർശിപ്പാൻ തന്റെ സ്ഥലത്ത് നിന്ന് ഇതാ വരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. നമുക്ക് ഒളിവിടമായിട്ടുള്ളത് കർത്താവായ യേശുക്രിസ്തു ആകുന്ന പാറയാണ്. നമുക്ക് വേണ്ടി പിളർന്ന പാറ. അഗസ്റ്റസ് ടോപ്പ് ലേഡി ദൈവാലയത്തിലുള്ള ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ വലിയ കാറ്റും മഴയും കോളിളക്കവും ഉണ്ടായി. എല്ലാ മരങ്ങളും എല്ലാ ഭവനങ്ങളും മറിഞ്ഞു വീഴുകയാണ്. അദ്ദേഹം നോക്കിയപ്പോൾ 2 പാറകൾ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു വിള്ളലുണ്ട്, പാറയുടെ ഒരു പിളർപ്പുണ്ട്. അഗസ്റ്റസ് ടോപ്പ് ലേഡി ആ വിള്ളലിനകത്തേക്ക് കയറി അവിടെ ഒളിച്ചിരുന്നു. നോക്കുമ്പോൾ പരിസരത്തുള്ളതായ സകലതും ഇളകി മറിഞ്ഞു. വൻമരങ്ങൾ കടപുഴുതി വീണു, മണിമാളികളെല്ലാം ഇടിഞ്ഞു തകർന്നു വീഴുന്നു. പക്ഷെ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഇദ്ദേഹം ഒളിച്ചിരിക്കുന്ന പാറയ്ക്ക് അനക്കമില്ല. ദൈവത്തിന് സ്തോത്രം. അവിടെ ഇരുന്നുകൊണ്ട് കയ്യിൽ കിട്ടിയതായ ഒരു ചെറിയ ചീട്ടുകടലാസിൽ എഴുതി വെച്ചു, പിളർന്നൊരു പാറയെ നിന്നിൽ ഞാൻ മറയട്ടെ. അതേതാണ് പിളർന്ന പാറ? അപ്രാണപ്രിയന്റെ കാൽവറിയിൽ പിളർന്നതായ ചങ്കാണ് എനിക്ക് മറവിടമായിരിക്കുന്ന ഉറപ്പുള്ള പാറ. ദൈവമക്കളെ, ആരെല്ലാം അവിടെ അഭയം കണ്ടെത്തിയിട്ടുണ്ട്. ആ സുരക്ഷിതമായ രംഗം മറ്റൊന്നിലേക്ക് നോക്കിയാൽ നമുക്ക് കിട്ടുകയില്ല. എനിക്ക് വേണ്ടി തുറക്കപ്പെട്ട പാറ. ദൈവത്തിന് സ്തോത്രം. ഞാൻ പലപ്പോഴും ധ്യാനിച്ച് ആത്മാവിൽ ആരാധിക്കാറുണ്ട് തുറക്കപ്പെട്ട തിരുവിലാവ്. അത് വളരെ ചെറുതാണ്. കർത്താവേ, എന്നെ അങ്ങ് ചെറുതാക്കണം. എന്തിനാ മകനെ നിന്നെ ചെറുതാക്കുന്നത്? എനിക്ക് അരുമനാഥന്റെ തുറക്കപ്പെട്ട തിരുവിലാവിൽ അങ്ങ് ഒളിച്ചിരിക്കണം.
ഈ സ്വർഗീയമായ മർമ്മവും അവിടെ ഒളിക്കുമ്പോഴുള്ളതായ ആശ്വാസവും നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടോ? അത് ആത്മീയത്തിന്റെ മർമ്മമാണ് ദൈവമക്കളെ. ദൈവത്തിന് സ്തോത്രം. കർത്താവായി യേശുക്രിസ്തുവാകുന്ന ആ പാറ. നാം ഇന്ന് ധ്യാനിക്കാൻ പോകുന്ന മറ്റു ചില കാര്യങ്ങളാണ്. ഈ പാറയിൽ നിന്ന് പുറപ്പെടുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ പാറയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന 3 പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങൾ എന്തെല്ലാമാണ്? ഈ പാറയിൽ നിന്ന് ആശ്രയിക്കുന്ന വിശ്വസിക്കുന്ന ഒരു ദൈവവൈതലിന് അനുഭവിക്കാൻ കിട്ടുന്നത്. ഒന്നാമത്തെ കാര്യം വായിച്ച ഒന്നാമത്തെ അനുഗ്രഹം എന്താണ്? പാറയിൽ നിന്ന് ലഭിക്കുന്ന അടിസ്ഥാനമായിട്ട് ഓർത്തോളണം. ആ പാറ എൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവാണ്. ആ പാറയിൽ നിന്ന് ലഭിക്കുന്ന ഒന്നാമത്തെ അനുഗ്രഹം എന്താണ്? പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യവും ഏശയ്യ 48-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യവും. ഞാൻ ഹോരേബിൽ നിന്റെ മുമ്പാകെ പാറയുടെ മേൽ നിൽക്കും. നീ പാറയെ അടിക്കണം. ഉടനെ ജനത്തിന് കുടിപ്പാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടുമെന്ന് കൽപ്പിച്ചു. സ്തോത്രം. പാറയിൽ നിന്ന് പുറപ്പെടുന്ന ഒന്നാമത്തെ കാര്യം വെള്ളമാണ്. ദൈവത്തിന്റെ സ്തോത്രം. പാറയിൽ നിന്ന് പുറപ്പെടുന്നതായ വെള്ളം. ഏശയ്യ 48-ന്റെ 21 വായിച്ച്. അവൻ അവരെ ശൂന്യപ്രദേശങ്ങളിൽ കൂടി നടത്തിയപ്പോൾ അവർക്ക് ദാഹിച്ചില്ല. കാരണം എന്താണ്? അവൻ അവർക്ക് വേണ്ടി പാറയിൽ നിന്ന് വെള്ളം ഒഴുകുമാറാക്കി. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളുടെ മരുഭൂപ്രയാണത്തിൽ വെള്ളം കിട്ടാതെ ക്ഷീണിച്ച് തളർന്നു പോകുന്ന രംഗങ്ങളുണ്ട്. ഊഷ്മളമായ അന്തരീക്ഷമാണ്, ചുട്ടുപൊള്ളുന്ന അന്തരീക്ഷമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, വാടി തളർന്നു പോയി എന്ന് വരാം, പക്ഷെ ഒരിക്കലും പറ്റാത്തൊരുറവ ദൈവത്തിന് സ്തോത്രം ഈ പാറയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടുണ്ട്. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവമക്കളെ, ചൂടേറിയ മരുഭൂമിയല്ലേ, അവിടെ നിങ്ങൾക്ക് വെള്ളം വേണ്ടേ? ഈ മരുഭൂപ്രയാണം അങ്ങുവരെയും എത്തണ്ടേ? നന്ദിയോടെ സ്തോത്രം. കർത്താവായി യേശുക്രിസ്തു ശമരിയ സ്ത്രീയോട് സംസാരിക്കുന്ന സമയത്ത് ഇപ്രകാരം പറയുകയുണ്ടായി, ഈ വെള്ളം കുടിക്കുന്നതിനെല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ ജീവന്റെ വെള്ളം നിനക്ക് തരാം. ഞാൻ കൊടുക്കുന്ന വെള്ളം നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയാവും. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം. ജീവന്റെ ഉറവ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അവൾ ഒത്തിരി ഉറവയിൽ നിന്ന് കുടിച്ച് രസിച്ചവളാണ്. ലോകത്തിന്റെ സകല ജഡീകമായ സുഖങ്ങളും ഭൗതികമായിരിക്കുന്നതായ രസങ്ങളുമെല്ലാം അനുഭവിച്ചവളാണ്. അവൾക്ക് പിന്നെയും ദാഹിക്കുകയാണ്. ഒരിക്കലും തീരാത്തതായ ദാഹം. എന്നാൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഇത് കുടിച്ചാൽ പിന്നെയും ദാഹിക്കുമെന്നുള്ളതിന്റെ അനുഭവമാണല്ലോ. ഞാൻ നിനക്കൊരു വെള്ളം തരാം. അത് ജീവനുള്ള വെള്ളമാണ്. അത് നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ജീവജലം. ദൈവമക്കളെ, അത് കർത്താവായ യേശുക്രിസ്തു കാൽവറിയില് തന്റെ ചങ്ക് കുന്തത്താൽ കുത്തി തുറന്നപ്പോൾ നമുക്ക് വേണ്ടി തുറന്ന് ഒഴുക്കി തന്ന നീരുറവയാണ്. പടയാളികൾ ഒരുത്തൻ, യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന് 34-ാമത്തെ വാക്യം. പടയാളികൾ ഒരുത്തൻ കുന്തം കൊണ്ട് യേശുവിന്റെ വിലാപ്പുറത്ത് കുത്തി രക്തവും വെള്ളവും ഒഴുകി. ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ജീവരക്തം വാർന്നൊലിച്ച് കിടക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ ഉറവ തുറന്ന ക്രൂശിൻ ചോട്ടിലേക്കൊന്ന് അടുത്തു വരാമോ? നന്ദിയോടെ സ്തോത്രം. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ പറയും, അത് രക്ഷയുടെ ഉറവയാണ്. ദൈവമക്കളെ, നിങ്ങൾ വേറെ എങ്ങും തപ്പി ഓടേണ്ടതായ കാര്യമില്ല. രക്ഷയുടെ ഉറവ. അത് തുറന്നതായ ഒരേ ഒരു രംഗം മാത്രമേ ഉള്ളൂ. നന്ദിയോടെ സ്തോത്രം. അത് കർത്താവായ യേശുക്രിസ്തു കാൽവറിയിൽ നമുക്ക് വേണ്ടി പിടഞ്ഞു മരിക്കുന്ന സമയത്ത് കുന്തം കൊണ്ട് കുത്തേറ്റപ്പോൾ തുറന്നതായ ചങ്ക് പൊട്ടി ഒഴുകുന്നതായ വറ്റാത്ത നീരുറവയാണ്. ഹല്ലേലൂയ. അതാണ് രക്ഷയുടെ ഉറവ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അതുകൊണ്ടാണ് ഏശയ്യാ പ്രവാചകൻ പറയുന്നത്, നിങ്ങളുടെ കണ്ണുകൾ അതിലേക്കായിരിക്കണം. വെട്ടിയെടുത്ത പാറയിലേക്കും കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും നോക്കണം. അത് പറയാൻ എനിക്ക് കഴിവില്ല. എനിക്ക് വേണ്ടി കാൽവറിയിൽ എൻ്റെ കർത്താവായ യേശുക്രിസ്തു വെട്ടേറ്റു. കാൽവറിയിൽ എൻ്റെ കർത്താവായ യേശുക്രിസ്തു എനിക്ക് വേണ്ടി കുത്തേറ്റു. കാൽവറിയിൽ എൻ്റെ കർത്താവായ യേശുക്രിസ്തു എനിക്ക് വേണ്ടി ചാട്ടവാറ് കൊണ്ട് ശരീരം ഒഴിവുചാല് പോലെ കീറി മുറിഞ്ഞു. ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ പുറപ്പെട്ടതായ ജീവന്റെ ഉറവ, ആ രക്തത്തിന്റെ ഉറവ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ആ ഏക ഉറവയിൽ നിന്ന് നിനക്ക് കുടിക്കാൻ സാധിച്ചുവെങ്കിൽ മാത്രമേ നിത്യജീവന്റെ ഓഹരിക്കാരനായി തീരുകയുള്ളൂ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കാൽവറിയിൽ പാപിക്ക് വേണ്ടി തുറന്നതായ ഉറവ.
ദൈവമക്കളെ, നിങ്ങൾ വ്യക്തിപരമായി അതിൽ നിന്ന് അനുഭവിക്കുന്നവരായിരിക്കണം, അതിൽ നിന്ന് കുടിക്കുന്നവരായിരിക്കണം. നന്ദിയോടെ സ്തോത്രം. ഈ ലോകത്തിൽ മറ്റെന്തിൻ്റെ പിന്നാലെ പോയാലും നിന്റെ ദാഹം മാറുകയില്ല. ഹല്ലേലൂയ. ആ സ്ത്രീ അത് കേട്ടപ്പോൾ, ശമരിയക്കാരി സ്ത്രീ കുടം വെച്ചിട്ട് സാക്ഷിയായി ഓടി. ഞാനൊരു ഉറവ കണ്ടെത്തി. ഹല്ലേലൂയ. അത് രക്ഷകന്റെ ഉറവയാണ്, അത് രക്ഷയുടെ ഉറവയാണ്. നന്ദിയോടെ സ്തോത്രം. എനിക്ക് ഇതുവരെയും ലഭിക്കാത്ത അഭൗമികമായ അലൗകികമായ ഒരു സ്വർഗീയ ശാന്തി. നന്ദിയോടെ സ്തോത്രം. ഞാൻ ഈ കൂട്ടായ്മയിൽ വരുമ്പോൾ ഒരു പള്ളിഭക്തനായിരുന്നു. ഞാൻ ഈ കൂട്ടായ്മയിൽ വരുന്ന സമയത്ത് കൺവെൻഷന് പോലും പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ദൈവമക്കളെ, എനിക്ക് ഈ ഉറവയുമായിട്ട് വ്യക്തിപരമായ വ്യക്തമായ ഒരു ബന്ധമില്ലായിരുന്നു എന്ന് ഞാൻ ലജ്ജയോടുകൂടി പറയുകയാണ്. ഇവിടെ വന്നപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം, നിർമ്മല സുവിശേഷം ഞാൻ കേട്ടു. കാൽവറിയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് തൂക്കപ്പെട്ടു, മരത്തിൽ വിലാവ് തുറന്നു. ആ ചവളം രക്തം വെള്ളമൊഴുകുന്ന മിശിഹായെ വചനത്തിലൂടെ ചൂണ്ടിക്കാണിച്ചു തന്നു. എൻ്റെ വിശ്വാസത്തിൻ്റെ കണ്ണ് തുറന്നു. ഹല്ലേലൂയ. ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചു. ഞാൻ നിങ്ങളോട് വളരെ വിനയത്തോടെ കൈകൂപ്പിക്കൊണ്ട് പറയട്ടെ, ആ ഉറവ മധുരമാണ്, ആ ഉറവ പറ്റാത്തതാണ്, ആ ഉറവ നിത്യജീവന്റെ ഉറവയാണ്, ആ ഉറവ ആശ്വാസത്തിന്റെ ഉറവയാണ്, ആ ഉറവ സ്വർഗ വീട്ടിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക് തുറക്കപ്പെട്ടതായ ഒരു വാതിലാണ്. ദൈവമക്കളെ, ആ ജീവ ഉറവിയിൽ നിങ്ങൾ കുടിച്ചോ. ദാഹിക്കുന്നവൻ അവൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, ജീവജലം സൗജന്യമായി വാങ്ങി കുടിക്കട്ടെ. ദൈവത്തിന്റെ മഹത്വം, കർത്താവിന് സ്തോത്രം. ദൈവമക്കളെ, ഈ പാറയാകുന്ന കർത്താവായ യേശുക്രിസ്തുവിന് പുറപ്പെടുന്ന ഒന്നാമത്തെയും പ്രധാനപ്പെട്ടതുമായ അനുഗ്രഹം എന്ന് പറയുന്നത് പൊട്ടിപ്പുറപ്പെട്ട നീരുറയായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുവിലാവിൽ നിന്ന് ഒഴുകി വരുന്ന തങ്കച്ചോരയാണ്. പാറയിൽ നിന്നുള്ളതായ വെള്ളം, ജീവജലം. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ അനുഗ്രഹം എന്താണ്? സങ്കീർത്തനം 81:16 വായിച്ച്. അവൻ മേത്തരമായ കോതമ്പ് കൊണ്ട് അവരെ പോഷിപ്പിക്കുമായിരുന്നു. അടുത്ത വാക്യം. ഞാൻ പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുമായിരുന്നു. പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തും. തൃപ്തി വരുത്തുന്നതായ തേൻ, അത് പാറയിൽ നിന്ന് പുറപ്പെടുന്നതാണ്. ആ പാറ ക്രിസ്തുവായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആ സ്പിരിച്വൽ റോക്ക് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ സൂപ്പർ നാച്ചുറൽ റോക്ക് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ പാറയിൽ നിന്ന്, എല്ലാവർക്കും അത് തീക്കൽ പാറയാണ്, അനങ്ങാപ്പാറയാണ്, കരിങ്കൽ പാറയാണ്. ദൈവത്തിന് സ്തോത്രം. അനേകർ തട്ടി വീഴുന്ന പാറയാണ്. എന്നാൽ നമുക്ക് വേണ്ടി തുറക്കപ്പെട്ട പാറയിൽ നിന്ന് മധുരമായിരിക്കുന്ന തേൻ ദൈവം ഇതിന് കിട്ടുകയാണ്. ഹണി ഔട്ട് ഓഫ് റോക്ക്, ദി ഹണി ദാറ്റ് സാറ്റിസ്ഫൈസ് ഫുള്ളി, പരിപൂർണമായി തൃപ്തി തരുന്നതായ തേൻ, മധുരമുള്ളതായ തേൻ. ഈ തേൻ ഏതാണ് ദൈവമക്കളെ? 19-ാം സങ്കീർത്തനത്തിന്റെ 10-ാമത്തെ വാക്യം. അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കതാണ്. അടുത്ത വാക്യം. തേനിലും തേൻകട്ടയിലും മധുരമുള്ളവ. തേനിലും തേൻകട്ടയിലും മധുരമുള്ളതാണ് ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. വളരെ വ്യക്തമായി 119-ാം സങ്കീർത്തനത്തിൽ വചനത്തെക്കുറിച്ച് വളരെ വിശാലമായി പറയുന്നുണ്ട്. 119-ന്റെ 103-ാമത്തെ വാക്യം. തിരുവചനം എന്റെ അണ്ണാക്കിന് എത്ര മധുരം. തിരുവചനം എന്റെ അണ്ണാക്കിന് എത്ര മധുരം. അവ എന്റെ വായ്ക്ക് തേനിലും നല്ലത്. ഹല്ലേലൂയ. തിരുവചനം എന്റെ വായ്ക്ക് തേനിലും മധുരകരമാണ്. ദൈവമക്കളെ, യോനാഥാൻ ആ തേൻ നുകർന്നപ്പോൾ കണ്ണു തുറന്ന് നാം ശമൂവേലിന്റെ 1-ാം പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ദൈവമക്കളെ, വചനം അനേകരുടെ കണ്ണു തുറന്നു. നമ്മളുടെ ഈ കൂട്ടായ്മയിൽ ആയിരക്കണക്കിന് ആളുകൾ വരുന്നുണ്ട്, ഞാൻ ഉൾപ്പെടെ. ദൈവത്തിന് സ്തോത്രം. ഞാനും ഇവിടെ വന്നപ്പോൾ പറഞ്ഞല്ലോ, കണ്ണുകാഴ്ചയില്ലാത്ത, ഹൃദയം ഇരുണ്ടുപോയ ഒരു വ്യക്തിയായിരുന്നു. കാര്യങ്ങൾ പലതും കാണുന്നുണ്ട്, നോക്കുന്നുണ്ട്, രസിക്കുന്നുണ്ട്, പക്ഷെ കാണേണ്ട ഉറവ കണ്ടില്ല. ദൈവത്തിന് സ്തോത്രം. മധുരം എവിടുന്ന്, ഈ ഉറവ, ഈ വചനമാകുന്ന തേൻ എവിടുന്ന് പുറപ്പെട്ടു വരുന്നു? അത് കർത്താവായ യേശുക്രിസ്തു ആണല്ലോ എന്നുള്ള മർമ്മം എനിക്ക് പിടികിട്ടിയില്ല. നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, പക്ഷെ വചനം തുടർന്ന് കേട്ടുകൊണ്ടിരുന്നപ്പോൾ വചനം ക്രിയ ചെയ്തു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ശൗലിന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ വീണ് അവനൊരു പുതിയ കാഴ്ച ലഭിച്ചതുപോലെ കർത്താവായ യേശുക്രിസ്തു ക്രൂശിലൊരുക്കിയ രക്ഷയെ കാണുവാൻ തക്കോണം എൻ്റെ ഹൃദയക്കണ്ണ് എൻ്റെ കർത്താവായ യേശുക്രിസ്തു തുറന്നു തന്നു. ദൈവത്തിന് സ്തോത്രം. അതിൽ കൂടി ആശ്വാസം ലഭിച്ചു, അതിൽ കൂടി സമാധാനം ലഭിച്ചു, അതിൽ കൂടി വിശ്വാസം കിട്ടി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ആ തേൻ്റെ മാധുര്യം, ആ
ആ തേൻ നിങ്ങൾക്ക് രുചിക്കാൻ തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് ഒരു കാര്യം ഒന്ന് ശോധന ചെയ്യാമോ? വചനത്തോട് നിങ്ങൾക്കൊരു താല്പര്യമുണ്ടോ? ദാഹിച്ചും വരണ്ടും വെള്ളത്തിനായി ആഗ്രഹിക്കുന്ന ഭൂമിയെ പോലെ നിങ്ങൾക്ക് ഈ വചനത്തിന് വേണ്ടിയുള്ളൊരു വലിയ ദാഹവും ആർത്തിയും കൊതിയുമുണ്ടോ? വചനത്തിൽ കൊള്ള കണ്ടുകിട്ടിയതുപോലെ നിങ്ങൾ ആമോദത്തോടെ ഇതിൽ രസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. മറിയ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽക്കലിരുന്ന് ധ്യാനിച്ചതുപോലെ അരുമനാഥാന്റെ മുൻപിൽ ദൈവമക്കളെ മുഴങ്കാലുമടക്കി തിരുവചനം തുറന്നു വെച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം വായിച്ച് ധ്യാനിച്ച് സ്വർഗീയ മർമ്മങ്ങൾ നിങ്ങൾ ഗ്രഹിക്കാറുണ്ടോ? ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, ഈ വചനമാണ് എന്നെ ജീവിപ്പിച്ചത്, ഈ വചനമാണ് എന്നെ നിലനിർത്തുന്നത്, ഈ വചനമാണ് എൻ്റെ ആഹാരം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ വചനമല്ലേ വാസ്തവത്തിൽ നമ്മെ ഇത്രത്തോളം കൊണ്ടുവന്നത്. ഞാൻ തന്നെത്താൻ കണ്ടത് എപ്പോഴാണ്? ഞാൻ ക്രൂശിന്റെ മർമ്മം വെളിപ്പെട്ട് കിട്ടിയത് എപ്പോഴാണ്? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇന്ന് അനേകര് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, തിരിച്ചറിയുന്നില്ല, മധുരം രുചിക്കുന്നില്ല. മധുരത്തെക്കുറിച്ച് എന്തുമാത്രം നിങ്ങൾക്ക് വർണ്ണിക്കാൻ അറിയാമെങ്കിലും, പഞ്ചസാരയെക്കുറിച്ച് നിങ്ങൾക്ക് ലേഖനം എഴുതാൻ അറിയാമെങ്കിലും, ദൈവമക്കളെ, അത് നാവിലിട്ട് രുചിച്ചില്ല എങ്കിൽ അതിൻ്റെ ഗുണവും രുചിയും നിങ്ങൾക്ക് ആസ്വദിക്കാനായി സാധിക്കുകയില്ല. നിങ്ങൾ വചനത്തിന് കടന്നു വരണം. കൊള്ള കണ്ടുകിട്ടിയവനെ പോലെ നിങ്ങൾ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകണം. നന്ദിയോടെ വചനം വായിക്കണം, ധ്യാനിക്കണം, ഉരുവിടണം, മനപ്പാഠം പഠിക്കണം, അനേകരെ പഠിപ്പിക്കണം. ദൈവത്തിന് സ്തോത്രം. ഈ വചനം എന്താണ്? അത് തേനാണ്, അത് അണ്ണാക്കിന് മധുരമാണ്. ഹല്ലേലൂയ. അതിൻ്റെ രുചി നിങ്ങൾ അനുഭവിക്കണം. ഈ വചനമാകുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവത്തിന് സ്തോത്രം കണ്ടറിഞ്ഞതുപോലെ രുചിച്ചറിഞ്ഞതുപോലെ നിങ്ങൾ അനുഭവിക്കണം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒന്ന്, പാറയിൽ നിന്ന് വന്നത് വെള്ളമാണ്. രണ്ടാമത്, പാറയിൽ നിന്ന് ഒഴുകി വന്നത് മധുരമുള്ളതായ തേനാണ്. ഹണി ഔട്ട് ഓഫ് ദി റോക്ക്, ഹണി ദാറ്റ് സാറ്റിസ്ഫൈ, തൃപ്തി വരുന്നതായിരിക്കുന്ന ആ ഒരു തേൻ. മൂന്നാമത്തെ അനുഗ്രഹം എന്താണ്? പാറയിൽ നിന്ന് ഒഴുകി വരുന്നത്. പാറയിൽ നിന്ന് ഒഴുകി വരുന്ന വസ്തുക്കളെ കുറിച്ചാണ് ഞാൻ ധ്യാനിക്കുന്നത്. ഒന്ന് വെള്ളം, രണ്ട് തേന്. മൂന്നാമത്തെ ഏതാണ്? ആവർത്തന പുസ്തകം 32-ാം അധ്യായം 11-ാമത്തെ വാക്യം. അവൻ ഭൂമിയുടെ ഉന്നതങ്ങളിൽ അവനെ വാഹനമേറ്റി, നിലത്തെ അനുഭവം കൊണ്ട് അവൻ ഉപജീവിച്ചു. വായിച്ചു. അവനെ പാറയിൽ നിന്ന് തേനും തീക്കല്ലിൽ നിന്ന് എണ്ണയും കുടിപ്പിച്ചു. പാറയിൽ നിന്ന് തേനും തീക്കല്ലിൽ നിന്ന് എണ്ണയും കുടിപ്പിച്ചു. ഓയിൽ ഔട്ട് ഓഫ് ദി ഹാർഡ് റോക്ക്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, തീക്കൽ പാറയിൽ നിന്ന് പുറപ്പെടുന്ന എണ്ണ. എബ്രായർ 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കയാൽ ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. അത് ആനന്ദ തൈലമാണ്. ഹല്ലേലൂയ. അത് അഭിഷേകത്തിന്റെ തൈലമാണ്. എണ്ണ എപ്പോഴും പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാണ് എണ്ണ. ഈ എണ്ണ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ അനിവാര്യമാണ്. 10 കന്യകമാരുടെ ഉപമ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 10 പേരും മണവാളിനെ എതിരേൽപ്പാൻ ഇറങ്ങി പുറപ്പെട്ടവരാണ്. അവരുടെ കയ്യിൽ വിളക്കുണ്ട്. എല്ലാ ഒരുക്കത്തോടു കൂടിയാണ് അവർ പോകുന്നതെന്നാണ് ധരിച്ചത്. 5 പേര് ബുദ്ധിയുള്ളവരും 5 പേര് ബുദ്ധിയില്ലാത്തവരുമായിരുന്നു. ബുദ്ധിയില്ലാത്ത 5 പേര് മണവാളനകത്ത് പ്രവേശിച്ചു, അവരോ വെളിയിലായിപ്പോയി. കാരണം എന്താണ്? വിളക്ക് കെട്ടുപോയി. റിസർവ് ഓയിൽ അവര് എണ്ണ കരുതി. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ കത്തിജ്വലിച്ച് നിൽക്കാത്ത ദൈവവൈതൽ സ്വർഗരാജ്യത്തിന് മണവറക്കകത്ത് പ്രവേശിച്ച് സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കാൻ സാധിക്കുകയില്ല. പുറത്തായി പോവുക ദൈവമക്കളെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാൻ വളരെ വ്യക്തമായി പറയാണ്, ഈ കാലഘട്ടത്തിന്റെ ആവശ്യം ആത്മനിറവാണ്. ആത്മനിറവാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, കാത്തിരുന്ന ശക്തിയെ പുതുക്കണം നിങ്ങൾ. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ആവാസം നമ്മുടെ കൂട്ടായ്മയിൽ അനിവാര്യമാണ്. തീയിറക്കുന്ന, ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. കർമ്മേൽ പർവ്വതത്തിൽ തീയിറക്കിയ പ്രവാചകനെ പോലെ തീയിറങ്ങുന്നതായ വചന ശുശ്രൂഷകൾ ആവശ്യമാണ്. നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആരെയും കുറ്റം പറയുകയല്ല. അനേകരുടെ വിളക്ക് ഇന്ന് കെട്ടുപോയിരിക്കുകയല്ലേ. എണ്ണയുണ്ടോ നിൻ വിളക്കിൽ? നീ ഒരുങ്ങിയിട്ടുണ്ടോ? മണവാളൻ വരാറായല്ലോ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ എണ്ണ അത് സ്നേഹത്തെ കുറിക്കുന്നു. നിറഞ്ഞതായിരിക്കുന്ന സ്നേഹം. ദൈവമക്കളെ, ആ സ്നേഹം
അത് എണ്ണയല്ലേ, അതങ്ങ് പരന്നൊഴുകും. ആ എണ്ണ അങ്ങ് ചെന്നാലുണ്ടല്ലോ അത് അയവുണ്ടാക്കും. നമ്മൾ പറയില്ലേ, ഈ മെഷീൻ ഓടുമ്പോൾ അത് തമ്മിൽ ഒരസി ഒച്ചയുണ്ടാക്കി അതിന് കേടുപാട് വരും. എന്നാൽ അതിന് ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് സ്മൂത്തായിട്ട് ഓടാനായിട്ട് തുടങ്ങും. എന്താ കുടുംബകലഹത്തിന് കാരണം? കൂട്ടായ്മകൾ ഭിന്നതയ്ക്ക് എന്താണ് കാരണം? ദൈവമക്കൾ തമ്മിലുള്ള എക്കച്ചക്കലിന് എന്താണ് കാരണം? അയൽവാസികളുമായിട്ടുള്ള വഴക്കിനും ഭിന്നതയ്ക്കും എന്താണ് കാരണം? ഈ ഓയിലില്ല, ഈ പരിശുദ്ധാത്മാവിന് നിറവില്ല, ഈ സ്നേഹാഗ്നി കത്തുന്നില്ല. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന് മഹത്വം, കർത്താവിന് സ്തോത്രം. ഇത് നിങ്ങളിലേക്ക് അങ്ങ് പകർന്നു കിട്ടും. കർത്താവായ യേശുക്രിസ്തു വളരെ വ്യക്തമായി വിളിച്ചു. ഒന്ന് വായിച്ചേ, യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന് 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളെയും ഇപ്പോൾ നിങ്ങൾ എന്നെ മറക്കാം, തേജമയനായ കർത്താവായ യേശുക്രിസ്തു തുറക്കപ്പെട്ട തിരുവിലാവുമായി നമ്മുടെ മധ്യത്തിൽ വന്നു നിന്നുകൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും വിളിക്കുകയാണ്. എങ്ങോട്ടാണ് വിളിക്കുന്നത്? എന്തിനാണ് വിളിക്കുന്നത്? ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. നിറഞ്ഞാൽ ജീവജലത്തിന്റെ നദികൾ നിങ്ങളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ഒഴുകും. അടുത്ത വാക്ക്, അവനിത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. ആത്മാവിനെ കുറിച്ചാണ് പറഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ആത്മദാഹത്തോടെ ആരെല്ലാം ഇപ്പോൾ അടുത്തു വരുന്നുണ്ട്? കർത്താവായ യേശുക്രിസ്തു വിളിച്ചു. നിങ്ങൾക്ക് വിശ്വാസത്തോടെ അടുത്തു വന്നാൽ നിങ്ങൾക്കത് പകർന്നു കിട്ടും. ദൈവമക്കളെ, നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഈ പരിശുദ്ധാത്മാവിനെ അങ്ങ് പകർന്നു കിട്ടിയാൽ പിന്നെ മുന്നോട്ടുള്ളതായി ഗമനം വളരെ സുഗമമാണ്. ആ പരിശുദ്ധാത്മാവാകുന്ന ആ എണ്ണയ്ക്ക്, ആ പരിശുദ്ധാത്മാവാകുന്ന തൈലത്തിന് ഒരു സുഗന്ധമുണ്ട്. പീപ്പിൾ മസ്റ്റ് സ്മെൽ ക്രൈസ്റ്റ് ഇൻ യു. യേശുവിന്റെ നറുമണമുള്ളതായിരിക്കും ദൈവമക്കൾ. എനിക്ക് എണ്ണയെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി ചേർത്ത് പറയാനുണ്ട്. ഈ എണ്ണ മുറിവുണക്കുന്നതാണ്. ഈ എണ്ണ അനേകരുടെ മുറിവുകൾക്ക് സൗഖ്യം പകരുന്നതാണ്. കർത്താവായി യേശുക്രിസ്തു ദൈവത്തിന് നല്ല ശമരിയക്കാരന്റെ ഉമ്മ പറയുന്ന സമയത്ത് ശത്രുക്കളാൽ മുറിവേറ്റ് അർത്ഥപ്രാണനായി മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ആ യാത്രക്കാരന്റെ അടുക്കൽ നല്ല ശമരിയക്കാരൻ കടന്നു എന്ന് എണ്ണ പേരട്ടി സൗഖ്യം നൽകിയതുപോലെ ഇപ്പോൾ ദൈവമക്കളെ കർത്താവായി യേശുക്രിസ്തു ആകുന്ന ആ നല്ല ശമരിയക്കാരിൽ നിന്ന് നമുക്ക് എണ്ണ ഏറ്റുവാങ്ങാം. നമ്മളുടെ ജീവിതത്തിൽ നിന്ന് എണ്ണ ഒഴുകട്ടെ. നമ്മുടെ വാക്കുകൾ അനേകരെ മുറിപ്പെടുത്തിയിട്ടില്ലേ? നമ്മുടെ ചില ചലനങ്ങളും പ്രവർത്തനങ്ങളും അനേകർക്ക് വേദന ഉണ്ടാക്കിയിട്ടില്ലേ? നമ്മൾ ചില കാര്യങ്ങൾ ചെയ്ത് പലരെയും മുറിവേൽപ്പിച്ചിട്ടില്ലേ? നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, ഈ എണ്ണ മുറിവ് ഉണക്കട്ടെ. ആ സ്നേഹാഗ്നി നിങ്ങളിൽ കത്തട്ടെ. നന്ദിയോടെ സ്തോത്രം. നിങ്ങളിപ്പോൾ അടിക്കപ്പെട്ട് പിളർന്ന മാറുമായി കിടക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ചുവട്ടിലേക്ക് വരുമോ? അവിടെ നിന്ന് 3 കാര്യങ്ങൾ ഒഴുകി വരുന്നു. ഞാനത് മനസ്സിൽ കാണുകയാണ്. എനിക്ക് വേണ്ടി തുറക്കപ്പെട്ട തിരുവിലാവിൽ നിന്ന്, എനിക്ക് വേണ്ടി കാൽവറിയിൽ പിളർക്കപ്പെട്ടതായിരിക്കുന്ന കർത്താവിൽ നിന്ന് ഒഴുകി വരുന്ന ജീവജലം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒഴുകി വരുന്ന മധുരത്തിൻ്റെതായ ആ തേൻ, അത് വചനമല്ലേ ദൈവമക്കളെ? ഈ വചനമല്ലേ നിങ്ങൾക്കിപ്പോൾ മധുരമായി പകർന്നു കിട്ടുന്നത്? ആ പാറയിൽ നിന്ന് ഒഴുകി വരുന്ന ആ എണ്ണ, അത് നിങ്ങളെ തലോടട്ടെ. അഭിഷേക തൈലം തലയിൽ വീഴട്ടെ. നന്ദിയോടെ സ്തോത്രം. നിങ്ങളുടെ മുറിവുകൾ ഉണങ്ങട്ടെ. നിങ്ങൾ സുഗന്ധമുള്ളവരായി തീരട്ടെ. അങ്ങനെ നിങ്ങളുടെ വിളക്കുകളിൽ എണ്ണ ശേഖരിച്ച് കത്തി ജ്വലിച്ച് നിൽക്കുകയാണെങ്കിൽ എൻ്റെ കർത്താവായ യേശുക്രിസ്തു 2ാമത്തെ വരവെങ്കിൽ പറന്നു വരുവാൻ ദൈവം നിങ്ങൾ കൃപ തരും. അതിന് ദൈവനാമം മാത്രം മഹത്വപ്പെട്ട് കർത്താവ് കൃപ തന്ന് സഹായിക്കട്ടെ. ദൈവത്തിന് മഹത്വം, കർത്താവിന് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ.